ഉപ്പള ദേരമ്പളം പാലം പുനർനിർമ്മാണത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. താൽക്കാലിക കവുങ്ങ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. പ്രദേശവാസിയായ ഐത്തപ്പ പൂജാരിയുടെ മകൾ നിഷ്മിതയാണ് അപകടത്തിൽപ്പെട്ടത്. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന മടന്തൂർ ദേരമ്പളം പാലം പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് അപകടങ്ങൾ പതിവാകുന്നു. കവുങ്ങ പാലത്തിലൂടെ കടക്കുന്നതിനിടെ പുഴയിൽ വീണ് കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. പ്രദേശവാസിയായ ഐത്തപ്പ പൂജാരിയുടെ മകൾ നിഷ്മിതയാണ് അപകടത്തിൽപ്പെട്ടത്. സഹോദരി സുഷ്മിതയുടെ കൈപിടിച്ച് കവുങ്ങ പാലത്തിലൂടെ കടക്കുന്നതിനിടെയാണ് നിഷ്മിത പുഴയിലേക്ക് വീണത്. പ്രദേശവാസിയായ ഉദയൻ പുഴയിലിറങ്ങി രക്ഷപ്പെടുത്തിയതോടെയാണ് വൻ ദുരന്തം ഒഴിവായത്. പരിക്കേറ്റ നിഷ്മിതയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിറങ്ങി മീഞ്ച ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അപകടമുണ്ടായത്. 1999-2000 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് ഉപ്പളപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മടന്തൂർ ദേരമ്പളം പാലം ശക്തമായ മണൽവാരലിനെ തുടർന്ന് തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തകർന്നിരുന്നു. പാലം തകർന്നതോടെ ഉപ്പള കല്ലിങ്കളെ ദേശീയപാതയിലേക്കും മലയോര ഹൈവേയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള പ്രധാന മാർഗം അടഞ്ഞു. കോൺക്രീറ്റ് നടപ്പാലമായിരുന്ന ഇത് കാൽനടയാത്രക്കാർക്കൊപ്പം ഇരുചക്രവാഹന യാത്രികരും വ്യാപകമായി ഉപയോഗിച്ചിരുന്നതാണ്. പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും ടാർ റോഡ് നിർമ്മിച്ചതോടെ പ്രദേശവാസികൾ പ്രധാനമായും ഈ വഴിയെയാണ് ആശ്രയിച്ചിരുന്നത്. ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പ്രധാന പാലം തകർന്നിട്ടും ഇതുവരെ പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടിയെടുത്തിട്ടില്ല. പാലം തകർന്നതിനെ തുടർന്ന് ആളുകൾക്ക് ജീവൻ പണയം വെച്ച് കവുങ്ങുപാലം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. അപകടം അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. മീന ഗ്രാമപഞ്ചായത്തിലെ തികൃപ്പാത വാർഡിൽ തികൃപ്പാത ദേരമ്പള സടക്ക് റോഡുമായി അനുബന്ധിച്ചുള്ള ഫുട്ബ്രിഡ്ജ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തകർന്ന് പുഴയിലേക്ക് മറിയുകയും ചെയ്ത് നാട്ടുകാർ വിദ്യാർത്ഥികളും കോങ്ങ് പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയ വിദ്യാർത്ഥിയെ കൂട്ടാൻ വേണ്ടി എത്തിയ സുസ്മിത എന്ന ഏട്ടത്തി ആ കവുങ്ങ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീഴുകയും തൊട്ടടുത്തുണ്ടായിരുന്ന ഉദയകുമാർ എന്ന വ്യക്തി സുസ്മിതയെ രക്ഷിക്കുകയാണ് ചെയ്തത്. സുസ്മിതയെ ഇന്ന് മംഗലപ്പാടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് സ്കാനിങ്ങിന് വേണ്ടി കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നാട്ടുകാരുടെ ഇന്ന് ഏറ്റവും വലിയ ദുരിതമായാണ് കാണുന്നത് ഈ പാലം. ഇതിന് എത്രയും പെട്ടെന്ന് നല്ലൊരു പാലം പണിഞ്ഞ് നാട്ടുകാർ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.